ശ്രീ VKC. സർ, ഇവിടെ ഈ കിഫ്ബി മുഖാന്തരം നടന്നിട്ടുള്ള ഈ അത്ഭുതകരമായ വികസന പദ്ധതികളിൽ അതിൻ്റെ എല്ലാ മേഖലയിലും അതിൻ്റെ ഗുണം അനുഭവിക്കുന്ന ഒരു മണ്ഡലമാണ് അതിൻ്റെ. പ്രത്യേകിച്ച് ഒരു ഭാഗം മുഴുവനും കടലാണ്, ഒരു ഭാഗത്ത് ചാലിയാറാണ്. അപ്പോൾ കുടിവെള്ളം എന്നുള്ളത് അവിടെ ഒരിക്കലും നടക്കാത്തൊരു സ്വപ്നമായിരുന്നു. ഇന്ന് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ആ മണ്ഡലത്തിലെ മുഴുവൻ വീടുകളിലും വെള്ളം എത്തിക്കുന്ന തരത്തിൽ അവിടെ വെള്ളം കൊടുക്കാനും വേണ്ടി സാധിച്ച ഒരു സന്തോഷമായ ഒരവസ്ഥയിലാണ് ഞാനുള്ളത്. ആ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെ കിഫ്ബിക്കും പ്രത്യേകിച്ച് നമ്മുടെ ധനമന്ത്രിക്കും പ്രത്യേകമായ എൻ്റെ ഒരു അഭിനന്ദനവും നന്ദി ഇവിടെ അറിയിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ ഒരു രണ്ടാം ഘട്ടം ആസൂത്രണം ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആ ആസൂത്രണം നടക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന അത്ഭുതങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് വിവരിക്കാമോ? അതിന് ബഹുമാനപ്പെട്ട മെമ്പർ ഞാൻ നിരാശപ്പെടുത്തേണ്ടതുണ്ട്. കിഫ്ബി ഇങ്ങനെ രണ്ടാം ഘട്ടത്തിലേക്കുള്ള ചിന്ത നമ്മൾ ആരംഭിച്ചിട്ടില്ല. ഇത് ഒരു അക്ഷയഖനിയൊന്നുമല്ല ഇങ്ങനെ പണം വാരിയെടുക്കാനായിട്ട്. കിഫ്ബിയുടെ കുറിച്ച് നിയമസഭയിൽ പറഞ്ഞപ്പോൾ അതിൻ്റെ ഫിനാൻഷ്യൽ മോഡൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. 50,000 കോടി രൂപയ്ക്കുള്ള പദ്ധതികൾ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു 15 വർഷം കൊണ്ട് സർക്കാരിൽ നിന്ന് കൊടുക്കുന്ന വാർഷിക ഗ്രാൻഡ് വെച്ച് അത് തിരിച്ച് മുതലും പലിശയും തിരിച്ചടക്കാം. എന്നാൽ പിന്നീട് കാര്യം ബോധ്യമായി, ഈ പ്രൊജക്റ്റുകളൊക്കെ നമ്മൾ വിചാരിച്ച സ്പീഡിൽ പോണില്ല. പ്രത്യേകിച്ച് ഭൂമി ഏറ്റെടുക്കേണ്ടി വരുന്ന പ്രൊജക്റ്റുകൾ, റോഡുകൾക്കൊക്കെ നല്ല പങ്കിലും ഭൂമി വേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ബാധ്യത തിരിച്ചു കൊടുക്കേണ്ടതിൻ്റെ കാലാവധി കൂടും. അതുകൊണ്ട് 50,000 അല്ല, നമുക്ക് കുറച്ചുകൂടി പ്രൊജക്റ്റുകളാവാം. അങ്ങനെയാണ് നമ്മളിപ്പോൾ 60,000-ലേക്ക് എത്തിയിട്ടുള്ളത്. ഇന്നിപ്പോൾ പൈപ്പ് ലൈനിലുള്ള പ്രൊജക്റ്റുകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 65,000 കോടി രൂപ കൂടുതൽ വരും. അപ്പോൾ ഇപ്പോൾ ഇത് ഭംഗിയായിട്ട് നടപ്പാക്കുക എന്നുള്ള ലക്ഷ്യം ബഹുമാനപ്പെട്ട മെമ്പർമാർക്ക് തന്നെ ഓർമ്മയുണ്ടാവും. കിഫ്ബിയുടെ പ്രൊജക്റ്റുകളൊക്കെ ആദ്യത്തെ 2 ബഡ്ജറ്റിലെ പ്രഖ്യാപിച്ചവയാണ്. അതിനുശേഷം കിഫ്ബിയുടെ പ്രൊജക്റ്റുകൾ പുതുതായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. ചിലപ്പോൾ ഒരു വല്ല പ്രൊജക്റ്റോ ഒറ്റ വന്ന് കാണും. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ടുള്ള ഒരു അസറ്റ് ലയബിലിറ്റി മാച്ചിങ് മോഡലിൻ്റെ അടിസ്ഥാനത്തിലാണ് കിഫ്ബി പ്രൊജക്റ്റ് എടുക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കിഫ്ബിയുടെ രണ്ടാം ഘട്ടത്തെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ഈ കിഫ്ബി പദ്ധതി 1999 തുടങ്ങിയതാണ്. അപ്പോൾ ഈ ഇപ്പോൾ 2000-ലായപ്പോൾ ഏകദേശം 21 വർഷമായി. അപ്പോൾ ഈ 1999 തുടങ്ങിയിട്ട് ഈ നിരവധിയായിട്ടുള്ള ഗുണഫലങ്ങൾ നാട്ടിലുണ്ടായതിന് ശേഷം ഈ 2019 CAGക്ക് ഒരു സംശയങ്ങളും ചില ആലോചനകളും അതിനെതിരായിട്ടുള്ള ചില വർത്തമാനങ്ങളും ഒക്കെ വന്നത്. ഇത്തരത്തിലുള്ള ഒരു സംശയങ്ങളൊക്കെ ഉന്നയിക്കാൻ എന്ത് കാരണമാണ് ഉണ്ടായത്? അതിനെ സംബന്ധിച്ച് ഒന്ന് വിശദീകരിക്കാമോ? 1999 മുതലുള്ള കിഫ്ബിയുടെ മോഡല് അടിസ്ഥാനപരമായി വ്യത്യാസമില്ല. ഒരു പ്രത്യേക ധനകാര്യ സ്ഥാപനം സർക്കാർ ആരംഭിക്കുന്നു, ഒരു ബോഡി കോർപ്പറേറ്റ്. ആ ബോഡി കോർപ്പറേറ്റ് കമ്പോളത്തിൽ നിന്ന് വായ്പയെടുത്ത് നാട്ടിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നു. അപ്പം അത് തികച്ചും ഭരണഘടനാപരമാണ്, ഒരു സംസ്ഥാനത്തിന് ചെയ്യാവുന്നതാണെന്ന് നമ്മൾ ഈ സഭയിൽ രാഷ്ട്രീയത്തിലുള്ള ഒരു അപ്പുറപ്പുറം ഇരിക്കുന്നവർ പലതവണ അംഗീകരിച്ചിട്ടുള്ളത്. ഇതിനെ നിയമം നമ്മൾ കൂടുതൽ സാധ്യതകൾ തുറക്കുന്നതിന് വേണ്ടിയിട്ട് 2016 ഏകകണ്ഠമായിട്ടാണ് അംഗീകരിച്ചത്. അന്ന് വരുത്തിയ പ്രധാനപ്പെട്ട മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ 1999 നിയമത്തെക്കുറിച്ച് CNTGക്ക് ഒരു വിമർശനം ഉണ്ടായിരുന്നു. നിങ്ങൾ വായ്പ എടുത്തിട്ട് പശ്ചാത്തല സൗകര്യത്തിന് വേണ്ടി ഉപയോഗിച്ചില്ല, അത് ബഡ്ജറ്റിന് വേണ്ടി ഉപയോഗിച്ചു, ദൈനംദിന ചെലവുകൾക്ക്. അതുകൊണ്ട് 2016 നമ്മൾ പറഞ്ഞു 10 പൈസ കിഫ്ബിയുടെ ട്രഷറിയിൽ ഇടാൻ പാടില്ല. ഇത് പൂർണ്ണമായിട്ടും പശ്ചാത്തല സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ളത് മാത്രമായിരിക്കണം. 2,
1999 ശേഷമാണ് ഇന്ത്യയിലെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഒരുപാട് നടപ്പായത്. അപ്പോൾ കോർപ്പറേറ്റുകൾക്ക് മാർക്കറ്റിൽ നിന്ന് പണം സമാഹരിക്കുന്നതിന് പുതിയ ഒട്ടേറെ ഇൻസ്ട്രുമെൻറ്റ്സ് കേന്ദ്ര സർക്കാർ രൂപം നൽകി. അതിനെ കൂടി നമ്മൾ പ്രയോജനപ്പെടുത്താനുള്ള വകുപ്പുണ്ടാക്കി. 99-നേക്കാൾ വ്യത്യസ്തമായിട്ട് നമ്മുടെ നിയമസഭയ്ക്ക് കിഫ്ബിയുടെ കാര്യത്തിൽ വർത്തമാനം പറയാനും പരിശോധിക്കാനുള്ള അവകാശങ്ങൾ വർദ്ധിപ്പിച്ചു, കൂടുതൽ സ്ക്രൂട്ടിനി കൊണ്ടുവന്നു. അപ്പോൾ ഇതൊക്കെ ഉദാരവൽക്കരിക്കുകയല്ല, കർശനമാക്കുകയാണ് ചെയ്തത്. എന്നിട്ട് 1999 മുതൽ 8 തവണ നടത്തിയ ഓഡിറ്റിൽ കണ്ടെത്താത്ത അടിസ്ഥാന നിഗമനം കണ്ടെത്തൽ എങ്ങനെ C&AG ഇപ്പൊ നടത്തിയിരിക്കുന്നു അത് പരിശോധിക്കുമ്പോഴാണ് അന്ന് ഇന്ന് നമ്മളൊരു വ്യത്യാസമുള്ളത്. അന്ന് വല്ല 500 കോടിയോ ഒക്കെ വായ്പ എടുക്കുക, അത് അത്യാവശ്യം ഇങ്ങനെയൊക്കെ ചെലവഴിക്കുക എന്നുള്ള നിലയിൽ കിടന്ന ഈ സ്ഥാപനം അവിശ്വസനീയമായ രീതിയിൽ 50,000 കോടി രൂപ 60,000 കോടി രൂപയുടെ പ്രൊജക്റ്റുകൾക്ക് അംഗീകാരം കൊടുക്കുന്നു, നടപ്പാക്കുന്നു. അതിൻ്റെ ആവശ്യാനുസരണം ലയബിലിറ്റീസ് വരുമ്പോൾ വായ്പ എടുത്ത് നടപ്പാക്കുന്നു. ഇത് നടക്കണ കാര്യമെന്ന് തെളിഞ്ഞു. അതിൻ്റെ പ്രയാസം ചില കോണുകൾക്കുണ്ട്. ഒരു സംസ്ഥാനം ഇങ്ങനെയൊക്കെ ചെയ്യോ? അവർക്ക് ഇഷ്ടം പോലെ വായ്പ എടുക്കാൻ അവകാശം. സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ബോഡി കോർപ്പറേറ്റ് ഉണ്ട് എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ ഇത് കിഫ്ബിയെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു ഗൂഢാലോചന. ഈ 60,000 കോടി രൂപയുടെ നിക്ഷേപം ഇവിടെ കേരളത്തിൽ 2-3 വർഷത്തിനുള്ളിൽ പ്രാവർത്തികമാകുമ്പോൾ എന്തൊരു വലിയ മാറ്റം ഈ സംസ്ഥാനത്ത് വരുന്നത്. സംസ്ഥാനത്തിൻ്റെ പശ്ചാത്തല സൗകര്യ പിന്നോക്കാവസ്ഥ തീർന്നിരിക്കും. അതിനോട് വിരോധമുള്ള ചില കക്ഷികൾ കേസ് കൊടുക്കാൻ പോണു, C&AGയെ കക്ഷി ചേർക്കുന്നു. C&AG ആണെങ്കിലോ ഓഡിറ്റിന്റെ ഒരു ഘട്ടത്തിലും ഉന്നയിക്കാത്ത ഭരണഘടനാ പ്രശ്നം, കരട് റിപ്പോർട്ടിൽ രേഖപ്പെടുത്താത്തത്, സംസ്ഥാന സർക്കാരോട് ഒരിക്കൽ പോലും ചർച്ച ചെയ്യാത്തത്, അത് ഫൈനൽ റിപ്പോർട്ടിൽ ചേർക്കുന്നു. അപ്പോൾ അത് മാലഫിയുടെ ഇന്റൻഷൻസ് ആണ്. ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു ഭരണഘടനാ സ്ഥാപനവും ചെയ്യാൻ പാടില്ല. ഈ നിയമസഭയും ഭരണഘടനാ സ്ഥാപനം തന്നെയാണ്, സംസ്ഥാന സർക്കാരും ഭരണഘടനാ സ്ഥാപനം തന്നെ. അപ്പോൾ എനിക്കൊരു സാമാന്യ യുക്തി വെച്ച് എനിക്ക് ബഹുമാനപ്പെട്ട മെമ്പർ ചോദിച്ച ചോദ്യത്തിലുള്ള വിശദീകരണം, ഇത് വിജയിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് കിഫ്ബിക്കെതിരായിട്ട് ഉയർന്നു വരുന്ന ശർമ്മ. സാറേ, കിഫ്ബി കേരള സംസ്ഥാനത്തിൻ്റെ വികസന ചരിത്രത്തിൽ ഒരധ്യായമാണ്. മനുഷ്യനും പ്രപഞ്ചവും നിലനിൽക്കുന്നിടത്തോളം കാലം ഓർക്കാൻ കഴിയാത്ത ഒരു വിലപ്പെട്ട അധ്യായമായിരുന്നു. അതിൻ്റെ തുടർച്ചയെക്കുറിച്ചും നാൾവഴികളെക്കുറിച്ചും ബഹുമാനപ്പെട്ട ധനമന്ത്രിയോട് വിശദീകരിക്കുകയുണ്ടായി. സാർ, 2002-ലും 2006-ലും 2006-ലെ ആദ്യഘട്ടത്തിലും കിഫ്ബിയിൽ ഓഡിറ്റിംഗ് നടത്തണമെന്ന് C&AG അന്നത്തെ UDF ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടപ്പോൾ അന്നത്തെ UDF ഗവൺമെൻറ് C&AGക്ക് നൽകിയ കത്ത് അങ്ങ് ഈ സഭയുടെ മേശപ്പുറത്ത് വെക്കാമോ? അന്ന് ആ കത്തിൻ്റെ ഉള്ളടക്കം എന്തായിരുന്നു? കിഫ്ബിയിൽ ഓഡിറ്റിംഗ് നടക്കുന്നില്ല എന്ന പ്രതിപക്ഷ നേതൃത്വത്തിൻ്റെ വിമർശനത്തിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? അന്നത്തെ കത്ത് വ്യക്തമാക്കും. സർ, ആ കത്ത് നിശ്ചയമായിട്ടും നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കാവുന്നതാണ്. ഓഡിറ്റുകൾ പലതരമുണ്ട്. ഒന്ന് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, ദൈനംദിന കണക്കുകൾ പരിശോധിച്ച് ആ സ്ഥാപനത്തിന് കാലാകാലങ്ങളിൽ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് പല ഏജൻസികൾക്കും ഓഡിറ്റർ റിപ്പോർട്ട് സമർപ്പിക്കണമല്ലോ, അത് നോക്കാനുള്ള സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. അതിന് കിഫ്ബി നിയമത്തിൽ തന്നെ നിയമസഭ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് എങ്ങനെ വേണമെന്നുള്ളത്. 2, 14(1) പ്രകാരമുള്ള ഓഡിറ്റ്. അതുപ്രകാരമാണ് സംസ്ഥാന സർക്കാരിന് ഗണ്യമായിട്ടുള്ള നിക്ഷേപമുള്ള എല്ലാ സ്ഥാപനങ്ങളും C&AG ഓഡിറ്റ് ചെയ്യുന്നു. 3-ാമതൊന്നുണ്ട്
സെക്ഷൻ 22 പ്രകാരമുള്ളത്. നമ്മുടെ സർക്കാരിൻ്റെ ഗണ്യമായ നിക്ഷേപം ഇല്ലാതായി കഴിഞ്ഞാൽ ഈ സ്ഥാപനം CAG ഓഡിറ്റിൻ്റെ പരിധിക്ക് പുറത്ത് പോകുമല്ലോ. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ CAG ആവശ്യപ്പെടാവുന്നതും സർക്കാർ അധികാരപ്പെടുത്താവുന്നതുമാണ്. 22 പ്രകാരം നിങ്ങൾ ഓഡിറ്റ് തുടർന്ന് നടത്തിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതിന് പുറമെ CAG ഓഡിറ്റ് അല്ലാതെ വേറെ പല ഓഡിറ്റുകളുണ്ട് കിഫ്ബിയിൽ. അതിലേക്ക് ഇൻറ്റേർണൽ ഓഡിറ്റ്, ക്വാളിറ്റി ഓഡിറ്റ്, അതൊക്കെ ഇരിക്കട്ടെ. അപ്പോൾ UDF ഭരണകാലത്തും CAG ആവശ്യപ്പെട്ടു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററായിട്ട് നിയമിക്കണം. അത് പറ്റില്ല. കിഫ്ബി നിയമപ്രകാരം സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ഇങ്ങനെയാണ്, 14(1) പ്രകാരം നിങ്ങൾക്ക് ഓഡിറ്റ് ഏത് വേണമെങ്കിൽ നടത്താം എന്നുള്ള മറുപടിയാണ് നൽകിയത്. ആണ് ശരിയായിട്ടുള്ള മറുപടി. കാരണം ധനകാര്യ സ്ഥാപനം എന്നുള്ള നിലയിൽ ഓരോ ഘട്ടത്തിലും നിങ്ങളിപ്പോൾ ഒരു ബോണ്ട് ഇറക്കുന്നു, അതുവരെയുള്ള ഓഡിറ്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കണമെന്ന്. അതിങ്ങനെ കാത്തിരിക്കാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ വേറെ. എന്നാൽ CAGക്ക് കിഫ്ബിയുടെ മുഴുവൻ റെക്കോർഡുകളും പരിശോധിക്കാം, എന്ത് രേഖയും നോക്കാം, ഒരു തടസ്സമില്ല. കിഫ്ബിയുടെ CEOയ്ക്ക് ആക്സസ് ഉള്ള മുഴുവൻ കമ്പ്യൂട്ടർ ഫയലുകളുടെയും പാസ്വേഡ് AGക്ക് കൊടുത്തിട്ടാണ് 6 മാസത്തെ ഓഡിറ്റ് പൂർത്തിയാക്കിയിട്ടുള്ളത് 41 പ്രകാരം. അപ്പം അതുകൊണ്ട് UDF എടുത്ത നിലപാടും ഈ സർക്കാർ എടുത്ത നിലപാടും രണ്ടും ഒന്ന് തന്നെ. സഭയുടെ മേശപ്പുറത്ത് ആ രേഖയും വെക്കാം. ശ്രീമതി വീണ ജോർജിന് പകരം ശ്രീ K. ദാസൻ. കിഡ്ബി വഴി നടപ്പിൽ വരുത്തുന്ന വികസന വിപ്ലവത്തെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനങ്ങളിലെ ധനകാര്യ വിഭാഗം ബന്ധപ്പെട്ടിട്ടുണ്ടോ? മറ്റേതെങ്കിലും സംസ്ഥാനം സമാനമായ മാതൃക സ്വീകരിച്ചതായി അറിവുണ്ടോ? കിഡ്ബിയിൽ നിന്നും ഇതുവരെ എത്ര പദ്ധതികൾക്ക് അന്തിമ ധനകാര്യ അനുമതി നൽകിയിട്ടുണ്ട്? ആകെ എത്ര കോടി രൂപയാണ് ഇതിൻ്റെ അടങ്കൽ വരുന്നത്? ഏറ്റവും കൂടുതൽ പണം വകയിരുത്തിയ ആദ്യ 3 മേഖലകൾ ഏതെല്ലാമെന്ന് വിശദമാക്കാമോ? സർ, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും, ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും കിഫ്ബിക്ക് സമാനമായിട്ടുള്ള പശ്ചാത്തല സൗകര്യ ധനകാര്യ സ്ഥാപനങ്ങളുണ്ട്. തമിഴ്നാട്ടിലുണ്ട്, കർണാടകത്തിലുണ്ട്, എല്ലാ സ്ഥാപനങ്ങളിലും. അവയെല്ലാം 1999 നമ്മൾ ചെയ്തതുപോലെ 1000-2000 ഒക്കെ അത്യാവശ്യം വായ്പ എടുത്ത് നിൽക്കുന്ന സ്ഥാപനങ്ങൾ. അവയൊക്കെ CAG ഓഡിറ്റിന് വിധേയമായിട്ടുണ്ട്. അവയൊന്നും ഭരണഘടനാ വിരുദ്ധമാണെന്നൊരു CAG റിപ്പോർട്ടിലുമില്ല. നമ്മൾ ഇത്തവണ ചെയ്തത്, നമ്മൾ ഈ മോഡല് പുതിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് വിപുലപ്പെടുത്തി അന്യാദൃശ്യമായ രീതിയിൽ വായ്പയെടുത്തു. അത് ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിങ് ചെയ്തിട്ടില്ല. കേന്ദ്ര സർക്കാരിൻ്റെ ചെയ്തിട്ടുണ്ട്. നഹായ് എടുക്കുന്ന വായ്പ കേന്ദ്ര സർക്കാർ എടുക്കുന്ന വായ്പയല്ല, കേന്ദ്ര സർക്കാരിൻ്റെ വായ്പ കണക്കിൽ വരത്തില്ല. നഹായ് ബോണ്ട് ഇറക്കി വായ്പ എടുക്കുന്നു. നഹായ് ഇപ്പം ഏറ്റവും അവസാനം ഡോളർ വായ്പ എടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പൊ ബോഡി കോർപ്പറേറ്റുകൾ നമുക്ക് സമാനമായിട്ട് കമ്പോളത്തിൽ ഇടപെട്ടിട്ടുള്ള ഒരു അനുഭവം നഹായിയുടെയാണ്. ഒരു സംസ്ഥാനം അതിനപ്പുറം ചെയ്യുന്നു. അപ്പം അത് വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 40,000 കോടി രൂപയുടെ പ്രൊജക്റ്റുകൾക്ക് അംഗീകാരം നൽകിക്കഴിഞ്ഞു. അതിലിപ്പോൾ 7,000 ചില്ലാനം കോടി രൂപ പണമായിട്ട് നമ്മൾ പണി പൂർത്തിയാക്കി കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. 15,000 കോടിയത് നിർമ്മാണത്തിലാണ്. അടുത്ത വർഷം എത്തുമ്പോഴത്തേക്കും ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന പ്രൊജക്റ്റുകളിൽ ഏതാണ്ടെല്ലാം തന്നെ പ്രവർത്തന പഥത്തിലേക്ക് എത്തിച്ചേരും.
പ്രൊഫസർ കെ അരുണൻ. സാർ, കിഫ്ബിയിൽ ഒരുപാട് ആൾക്കാർ പണം നിക്ഷേപിച്ചിട്ടുണ്ട്. ആ പണം ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നടപടികളെക്കുറിച്ച് ചുരുക്കി ഒരു വിശദീകരണം നൽകാം. പണം തിരിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ്? സർ, നമ്മുടെ തന്നെ അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ സംസ്ഥാനത്ത് നമ്മൾ നടത്തുന്ന വലിയ പ്രൊജക്റ്റുകളായിരുന്നു DMRCയുടെ കൊച്ചി മെട്രോ, അതല്ലെങ്കിൽ സിയാൽ എയർപോർട്ട്. അതിനെങ്ങനെ പണം കണ്ടെത്തിയത്? ആ കമ്പനി വായ്പ എടുക്കുന്നു. എന്തടിസ്ഥാനത്തിൽ? ഈ പ്രോജക്റ്റ് പൂർത്തിയാവുമ്പോൾ അതിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്ന് വായ്പ തിരിച്ചടക്കാം. റവന്യൂ മോഡൽ ഇങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കേരളത്തിന് ഒരു പ്രശ്നമുണ്ട്. നമുക്ക് റവന്യൂ മോഡൽ അല്ലാത്ത ഒരുപാട് പ്രൊജക്റ്റുകൾ ചെയ്യണം. പ്രത്യേകിച്ച് റോഡുകളൊക്കെ ടോൾ വെക്കാൻ നമുക്ക് സമ്മതമല്ല. അപ്പം നമ്മൾ എന്താ ചെയ്തത്? ശരി, ആന്വിറ്റി മോഡലിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് നിങ്ങളുടെ ഭരണകാലത്താണ്. തിരുവനന്തപുരം സിറ്റി റോഡ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം. അതിനിപ്പോൾ ഉദാഹരണം പറയുകയാണ്, കണക്ക് 100 കോടി രൂപ ചിലവ് വരുന്നു. ടെൻഡർ വിളിക്കുന്നു, പറയുന്നു 20 വർഷം കൊണ്ട് പണം തരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കോൺട്രാക്ടറിൻ്റെ പലിശയും കൂടി കണക്കിലെടുത്തിട്ട് പറയുന്നു 600-700 കോടി രൂപയ്ക്ക് ചെയ്യാം. അത് തുല്യമായിട്ട് വിധിച്ച് 20 വർഷം കൊണ്ട് കൊടുക്കുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം, ആ 700 കോടി രൂപ താൻ കടമെടുത്തെന്ന് നമ്മുടെ അക്കൗണ്ടിൽ എഴുതില്ല സർക്കാർ. ഇല്ല, ആനുവിറ്റി മാത്രം സർക്കാരിൻ്റെ കണക്കിൽ വരും. പക്ഷേ ഒരു ഗൗരവമായിട്ടുള്ള പ്രശ്നം ധനവകുപ്പ് കണ്ടു. അധികം പേരില്ല ഇങ്ങനെ മുൻകൂട്ടി മുതൽ മുടക്കി 20 വർഷം കാത്തിരിക്കാൻ. അവർ കുറച്ച് പേരുള്ളത് കൊണ്ടുണ്ട് നമ്മുടെ ഈ സിറ്റി റോഡ് ഇംപ്രൂവ്മെൻറ്റ് പ്രൊജക്റ്റിലേക്ക് ഇംപ്ലിസിറ്റ് പലിശ 15%, ചിലപ്പോൾ 20%-ത്തിനടുത്ത് പോകുന്നു. നമ്മുടെ ഞാനിപ്പോൾ ഒരു പ്രോജക്റ്റിൻ്റെ പേര് പറയുന്നില്ല, 15 അതിലും കൂടുതലാണ് പലിശ. അതിന് നല്ലത് നമുക്ക് 7-8-9% പലിശക്ക് എടുത്തിട്ട് ചെയ്താലേ. അപ്പോൾ കിഫ്ബി ഇങ്ങനെ കാണാം. അതിൻ്റെ കിഫ്ബിക്ക് നമ്മളൊരു ആന്വിറ്റി കൊടുക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കിഫ്ബി സർക്കാർ പറയുന്ന പ്രൊജക്റ്റുകൾ വായ്പ എടുത്ത് നിർവഹണം നടത്തുന്നു. കിഫ്ബിയുടെ ആന്വിറ്റിയുടെ ഏക വ്യത്യാസം, മറ്റ് തുല്യ തവണകളാണെങ്കിൽ കിഫ്ബി മോട്ടോർ വെഹിക്കിൾ വാഹന നികുതി വർദ്ധിക്കുന്നതനുസരിച്ച് ഇൻക്രീസിങ് ആന്വിറ്റി സ്കീം എന്ന് പറയും. അപ്പോൾ ബഹുമാനപ്പെട്ട മെമ്പറുടെ ചോദ്യത്തിന് ഒരു പരാമർശം കൂടി നടത്തിയേ തീരൂ. ഈ കിഫ്ബി എന്ന് പറയുന്നത്, എന്നാൽ ഞങ്ങൾക്ക് ഭസ്മാസുരം കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പ്രൊജക്റ്റ് എടുക്കാൻ തീരുമാനിച്ചാലോ? ഇപ്പം 60,000 ഇരിക്കട്ടെ, ഒരു 50,000 കൂടി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സർക്കാർ കൊടുക്കുന്ന ആനുവിറ്റി കൊണ്ട് തികയില്ലല്ലോ, നിയമസഭ അംഗീകരിച്ച് തികയില്ലല്ലോ എന്നുള്ളതാണ് ചോദിക്കാൻ പറ്റുന്ന ചോദ്യം. സർ, അതിന് കിഫ്ബി വളരെ സങ്കീർണമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ, അസറ്റ് ലയബിലിറ്റി മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തനം നടത്തുന്നത്. അടുത്തൊരു 20 വർഷം കിഫ്ബിക്ക് സംസ്ഥാനത്തിൽ നിന്നും ഏറ്റെടുത്ത പ്രൊജക്റ്റുകളിൽ നിന്നും തിരിച്ചടവ് കിട്ടുന്ന പണം ഓരോ വർഷവും എത്രയുണ്ട് എന്ന് കൃത്യമായിട്ട് ഗണിച്ച് പറയാൻ പറ്റും. ഇതുപോലെ ഏറ്റെടുത്തിരിക്കുന്ന പ്രൊജക്റ്റുകളിൽ നിന്ന് കോൺട്രാക്ടർമാർക്ക് ഓരോ വർഷവും നൽകേണ്ട തുക അടുത്തൊരു 20 വർഷക്കാലം ഇത് മാറിക്കൊണ്ടിരിക്കും. ഒരു പ്രൊജക്റ്റിന് കാലതാമസം വരുന്ന പറഞ്ഞാൽ അപ്പം രേഖ മാറും. സർ, കിഫ്ബിയുടെ ഡയറക്ടർമാരൊക്കെ വളരെ ഉത്തരവാദിത്തമുള്ളവരാണ്. ഒരു കാരണവശാലും പേഴ്സണൽ ലയബിലിറ്റി ഉണ്ട്. ഒരു കാരണവശാലും ലയബിലിറ്റി അസറ്റിന് മുകളിൽ ഏതെങ്കിലും ഘട്ടത്തിൽ പോകുന്ന പ്രൊജക്റ്റ് ഏറ്റെടുക്കില്ല. ദാറ്റ്സ് ഇറ്റ്. അതുകൊണ്ട് സുരക്ഷിതമാണ്. ഈ നിയമസഭ പാസാക്കിയ, ഏകകണ്ഠമായി പാസാക്കിയ, വർഷം തോറും നൽകേണ്ട നികുതി വിഹിതമില്ലേ, അതിനപ്പുറം ഒരു പൈസ കിഫ്ബിക്ക് കൊടുക്കണ്ട. അതിനപ്പുറം ഒരു ഭാരവും ഈ സർക്കാരിന് മേലെ കിഫ്ബി ഉണ്ടാക്കില്ല.